ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ ഷാമിയും കൂടെ ചെറിയൊരു യാത്ര പോവാട്ടോ. അപ്പം വേറെ ഒത്തിരി ദൂരമൊന്നുമല്ല, നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോവാട്ടോ. അപ്പം നമ്മുടെ കോട്ടയം ജില്ലയിൽ ESA ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കുട്ടികളുടെ ആശുപത്രിയാണ്, ICHS എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ESA ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഷാമിയും കൂടെ പോകുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനൊന്നും മറക്കരുത്. അപ്പം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അതങ്ങ് താഴെ കയറ്റം കയറി വന്ന കേട്ടോ ഞങ്ങളുടെ വീട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ ഒരു ചെറിയൊരു കയറ്റം ഉണ്ട് കേട്ടോ, ഒത്തിരി വലിയ കയറ്റമൊന്നുമല്ല, ചെറിയൊരു കയറ്റം. നല്ല വെയിലാട്ടോ. ഉച്ച സമയത്താണ് പോയത്, ഉച്ചയല്ല രാവിലെയാണ് പോയത്, 10:30 ആയപ്പോഴാണ് പോയത്. പക്ഷേ എന്നാലും നല്ല വെയിലാട്ടോ. തിരിച്ച് വന്നപ്പോൾ ഉച്ചയായേ. അപ്പോൾ കുടയൊക്കെ ചൂട് ഞങ്ങളിതാ പോവാട്ടോ. ഇതാ ചൂടെന്നറിയാമോ, നല്ല ചൂട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ചൂടത്ത് വെയിലും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കൊന്ന് പോവുകയാണ്. അമ്മ നടക്കാറില്ലാത്തതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. കയറ്റമായതുകൊണ്ട് നോക്ക് കണ്ടോ, കയറ്റം നല്ല കയറ്റം. ആ കയറ്റം കയറിയാണ് ഞങ്ങളിങ്ങ് വന്നത്. മടുത്തോ? കുറച്ച് കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. റബ്ബർ തോട്ടം കണ്ടോ, ഇപ്പോൾ റബ്ബറിൻ്റെ എല്ലാം തളുത്ത് കിളുത്തുകൊണ്ടൊരു കാറ്റുണ്ട്. കാറ്റല്ല, തണലുണ്ട്. കണ്ടോ, ഫുള്ള് റബ്ബർ തോട്ടാണേ. എല്ലാവരും വരാനോ? എല്ലാവരും വരാൻ ആരും ഇല്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ആരാ എല്ലാവരും? വീടെടുത്ത് താഴെ ഇറങ്ങി നടക്ക്. ആ കാണുന്നത് എല്ലാം റബ്ബർ തോട്ടാട്ടോ. റബ്ബർ തോട്ടം. കുറുക്കന്മാരോ? കുറുക്കന്മാരൊക്കെ ഉണ്ട് റബ്ബർ തോട്ടത്തിൽ. എന്തോ അനങ്ങിയതാ കരിയിലക്കകത്തോന്ന്. മടുത്തോ? ഇനി കുറച്ച് ദൂരം കൊണ്ട് നടക്കാം. നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നല്ലേ. അയ്യോ, വെയിലായതുകൊണ്ട് മടുത്തു പോയി. ഇല്ലായിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് ദൂരം ഉള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് ബസ്സിന്. ഓട്ടോ ഇല്ല, നമ്മൾ കുറേ നാളായില്ലേ ബസ്സിൽ കയറിയിട്ട്. അതല്ലേ ബസ്സിൽ കയറാൻ വന്നത്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഒരാൾ ഇരിക്കുകയാണ്. അയ്യോ, കണ്ടില്ലേ ഞങ്ങളുടെ റോഡ്, ഞങ്ങളുടെ കരിഞ്ഞാലിക്കവല അല്ല കേട്ടോ, കരിഞ്ഞാലിക്കവലയുടെ ഇപ്പുറത്തെ ബസ് സ്റ്റോപ്പ്. നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് നോക്കിയിരിക്കുകയാണ്. കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കിന് വീഡിയോ എടുത്ത് സംസാരിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷാമിക നടന്നില്ല. പിന്നെ ഞാൻ എടുത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാ പിന്നെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ എടുത്തത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്, വേർത്ത് കുളിക്കുക. ഇതാ നടന്ന് മടുത്തിട്ട് എൻ്റെ മടിയിൽ കിടക്കുന്നത് നോക്കൂ. അപ്പം അങ്ങനെ നമ്മളിതാ ബസ്സിൽ കയറിയിട്ടോ. ബസ്സിലൊക്കെ കയറിയതാ ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനൊന്നും മറക്കരുത്. നമ്മുടെ വീട്ടിൽ നിന്ന് ESA ഹോസ്പിറ്റലിലേക്കുള്ള ഡയറക്റ്റ് ഉള്ള ബസ്സിലാട്ടോ നമ്മൾ കയറിയത്. ആ ഒറ്റ ബസ്സിൽ തന്നെ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ അധികം സമയവും ലാഭിക്കാം, അധികം ബസ്സിൽ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഒരു പേര് കേട്ട ഒരു ഹോസ്പിറ്റലാണ്, കുട്ടികളുടെ ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജിനടുത്ത് കുട്ടികളുടെ ESA ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ESA ഹോസ്പിറ്റൽ, ICHS എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കുട്ടികളുടെ ആശുപത്രി. അപ്പോൾ നമ്മൾ ഷാമികനെയൊക്കെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. അധികം താമസമൊന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് ഞങ്ങളിതാ വെളിയിലൊക്കെ ഇറങ്ങിയായിരുന്നേ. അപ്പോൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ഭംഗിയിൽ കണിക്കൊന്ന പൂവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു രസമായിരുന്നു കേട്ടോ, കണിക്കൊന്ന പൂവൊക്കെ കണ്ടപ്പം. അപ്പം നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ഈ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ. പിന്നെ പറ്റുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ. ഇനി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.